എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാലോചിച്ച് നോക്കിയാൽ പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകുന്നതായ വായുവും വെളിച്ചവും വെള്ളവുമൊക്കെ സൗജന്യമല്ലാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ടി വന്നവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പരാശ്രയം കൂടാതെ ഒരു ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ ദാനമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. സൗജന്യമായി പലതും നാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ള ചിന്തകളുണ്ടായാൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയും. അതുപോലെ ഈ വനത്തിൽ ഏതെല്ലാം മൃഗങ്ങളെ നാം കണ്ടു? അനാവശ്യമായി ഒരു മൃഗങ്ങളെയും ഉപദ്രവിക്കരുത്. സഹജീവികളോട് എന്ത് ക്രൂരതയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത യുവജനങ്ങളായി യുവതലമുറയായി നമ്മുടെ ചുറ്റുപാടും മാറിയതിൻ്റെ അനേക വാർത്തകൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നാം ഈയിടെ കേട്ടു. മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരുടെ കണ്ണുനീർ, ഇത് കാണാനും തിരിച്ചറിയാനും കഴിയാത്ത മനസ്സുള്ള സമൂഹമായി നമ്മുടെ സമൂഹം മാറി എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് പ്രകൃതിയോടും മൃഗങ്ങളോടും സഹജീവികളോടും കരുണയുള്ളവരായി മാറണം. മനുഷ്യരിലെ മനുഷ്യത്വം നഷ്ടമായാൽ മൃഗങ്ങളായി മാറുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണുനീർ കൊണ്ടാകരുത്. നമ്മളിവിടെ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. ഈ മൃഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചിലതുണ്ട്. മൃഗങ്ങൾ ആരും തന്നെ എന്തിൻ്റെ പേരിലും ആത്മഹത്യ ചെയ്യുന്നില്ല. മറ്റ് ജീവികൾ ആക്രമിക്കുമെന്ന് കരുതി ജീവികൾ പുറത്തിറങ്ങാതിരിക്കുകയോ ആഹാരം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. കടിച്ചു കീറി തിന്നാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ അവരവർക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടുന്ന ഓരോരോ കഴിവുകൾ ഓരോ ജീവികൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരം അത് രക്ഷ നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം തന്നെ തൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരിക്കൽ ഓടിച്ചിട്ടിട്ട് ആ ജീവിയെ കിട്ടിയില്ല എന്ന് കരുതി നിരാശയിൽ പിന്നീട് ശ്രമിക്കാതിരിക്കുന്നില്ല. ഒന്നുപോയാൽ അടുത്തതിനെ തേടി അവർ ആഹാരം കണ്ടെത്തും. ഇരു കൂട്ടരും തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവരെ ഉപദേശിക്കാൻ ചെല്ലുന്നത്. ഞാനിപ്പോൾ ഈ കുരങ്ങനെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ്. ഉപദേശങ്ങൾ ആർക്കും തന്നെ ഇഷ്ടമില്ല. അത് ഇഷ്ടമില്ലെന്നല്ല, വെറുക്കുന്ന കാര്യമാണ്. എൻ്റെ ഉപദേശം കൈക്കൊള്ളാതെ അല്ലെ കേൾക്കാതെ എൻ്റെ ഉപദേശം കേട്ടിട്ട് എന്നെ ഓടിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഞാനിവിടെ ഇത് തമാശയായി കാണിച്ചതാണെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി പറയുകയാണ്. എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളും ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയും മൃഗങ്ങളെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ സ്വയമുള്ള കഴിവുകളെ കണ്ടെത്തുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാമും ജനിച്ചു വീണപ്പോൾ ഒരുപാട് വീഴ്ചകൾ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ തന്നെയാണ് നിൽക്കാനും നടക്കാനും പഠിച്ചത്. അന്നും പലതരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായി നടക്കാൻ സാധിച്ചതുപോലെ ഇന്നും ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം എസ്റ്റേറ്റിൽ കയറിയപ്പോൾ അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഞങ്ങൾ പരിശ്രമം ഉപേക്ഷിച്ചില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആദ്യ ചാൻസിൽ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചെന്ന് വരില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശ്രമങ്ങളുടെ ഫലമായിട്ട് അത് പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും. തോൽവികൾ ഏൽക്കേണ്ടി വരുമ്പോൾ തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതവും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളും സ്വർഗതുല്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ദൈവം മനുഷ്യരെ ഭൂമിയിലാക്കിയിരിക്കുന്നത് തന്നെ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാനാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യകരമായ ജീവിതത്തെ സന്തോഷത്തോടെ സമാധാനമായി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ ഇടയായാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ സന്തോഷപൂരിതമായി മാറും. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.